JEE പ്രിപ്പറേഷന് +1 +2 സ്റ്റേറ്റ് ബോർഡ്സ് ആണോ അതോ CBSE ആണോ നല്ലത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളിൽ പലർക്കും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ അതിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് സ്റ്റേറ്റ് അതുപോലെ തന്നെ CBSE ബോർഡ്സിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഏതാണ് ബെറ്റർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക ഒരു ബെസ്റ്റ് JEE ആസ്പിരൻറ്റിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സിലബസ് സെയിം ആണ്. +1ലും +2ലും ഏതൊരു സബ്ജക്ട്സ് എടുക്കണം, അതായത് മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കുമ്പോൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയാണ് സ്റ്റേറ്റിനും അതേപോലെ തന്നെ നമ്മളുടെ CBSE ബോർഡ്സിനും ഉള്ളത്. ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBSEക്കാർക്ക് +1ൽ ബോർഡ് എക്സാംസ് വരുന്നില്ല, അവർക്ക് +2ൽ മാത്രമാണ് ബോർഡ് എക്സാംസ് ഉള്ളത്. സോ +1 അവർക്ക് അതായത് ആ ഒരു +1ൻ്റെ സമയത്തൊക്കെ അവർക്ക് റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം CBSEക്കാർക്കുണ്ട്. ആൻഡ് ഇൻ കേസ് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് +1നും ബോർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ +2നും ബോർഡ്സ് ഉണ്ട്. സോ നന്നായിട്ട് +1 ബോർഡ്സിനെയും +2 ബോർഡ്സിനെയും സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്. കാരണം അവരുടെ ഫൈനൽ റിസൾട്ട് +1 മാർക്സും +2 മാർക്സും കൂടെ കൂടിയിട്ടാണ് വരിക. പക്ഷേ CBSEയിൽ നോക്കുകയാണെങ്കിൽ +2ൻ്റെ മാർക്സ് മാത്രമാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും CBSE ആവുന്ന സമയത്ത് തന്നെ +1ന് ബോർഡ്സ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉഴപ്പാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ +1ൽ ബോർഡ്സ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് +1 ടോപ്പിക്സ് വളരെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ പ്രോപ്പറായിട്ട് സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. +1ൽ ബോർഡ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് +1ൻ്റെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അവിടെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ആ 1 ഇയർ കൊണ്ട് +1ലെ കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കവർ ചെയ്യാൻ ആക്ച്വലി അത് നല്ലതാണ്. ഇനി അടുത്ത ഒരു അഡ്വാൻറ്റേജ് ഓഫ് CBSE എന്ന് വെച്ചാൽ CBSEക്കാർ കാൽക്കുലേറ്റേഴ്സ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് അവരുടെ കാൽക്കുലേഷൻസ് എല്ലാം അല്ലെങ്കിൽ അവർക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലെവൽ ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് കാൽക്കുലേഷൻസ് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് സ്പീഡ് കൂട്ടാനുള്ള ഒരു അവസരമുണ്ട്. എങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ CBSEക്കാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. ബോർഡ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, +1ലും +2ലും കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ സ്വാഭാവികമായിട്ട് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു 2 ഇയറും പഠിക്കുന്നത്. അതുകൊണ്ട് കാൽക്കുലേഷൻസ് ഈ 2 വർഷം കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് കൈ വെച്ച് കണക്ക് കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം നഷ്ടമുണ്ടാവും. പിന്നീട് നമ്മൾ ആ കാൽക്കുലേഷൻസിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ബേസിക്കലി അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ടുള്ളത്. ആൻഡ് CBSEയുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ച് ലെവൽ കൂടിയ ഒരു എൻട്രൻസുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് കിടക്കുന്ന രീതിയിലായിരിക്കും ബോർഡ്സിലും വരുന്നുണ്ടാവുക. പക്ഷേ സ്റ്റേറ്റ് ബോർഡ്സിൽ അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ കൂടുതലും കുറേയൊക്കെ എന്ത് ആയിട്ട് വരുന്നുണ്ട്, കുറച്ചുകൂടെ ലെവൽ കൂടി വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് NCERT പഠിച്ചു കഴിഞ്ഞാലാണ് ബോർഡ്സിലേക്ക് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ആയി വരുന്നുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടിലും പഠിക്കാനുള്ള കാര്യങ്ങൾ, അതായത് സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതും മിസ് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഏതാണ് കൂടുതൽ എൻട്രൻസ് ആസ്പിരൻസ് എത്തുന്നത് അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളതൊന്നും കാര്യമില്ല. സ്റ്റേറ്റ് ആണെങ്കിലും CBSE ബോർഡ്സ് ആണെങ്കിലും പഠിക്കുന്ന രീതിയും നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് ആണെങ്കിലും CBSE ബോർഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1ൻ്റെ കൂടെ JEE നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മുടെ യോധ ബാച്ച് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കംപ്ലീറ്റ് ബോർഡ് എക്സാം ലെവൽ ഓഫ് ക്ലാസ് ഉണ്ടാവും. ബോർഡ് എക്സാമിൻ്റെ ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് PDF നോട്ട്സും വർക്ക്ഷീറ്റ്സ്, അതായത് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള വർക്ക്ഷീറ്റ്സ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ് ഒക്കെ നടത്തും. അതിൻ്റെ കൂടെ തന്നെ JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ വർക്ക്ഷീറ്റ്സ്, മോക്ക് ടെസ്റ്റുകൾ, എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് 7,999 റുപ്പീസിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ
ഈ ഒരു 2 വർഷം നന്നായിട്ട് പഠിച്ചു, CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് ബാച്ചസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. ആലോചിക്കുക ഏത് ബോർഡ്സിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്നുള്ളത് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ റിസൾട്ടൊക്കെ ഇപ്പോൾ വന്നിരിക്കുകയായിരിക്കും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് റിസൾട്ട് ആണെങ്കിലും ഇറ്റ്സ് നോർമൽ എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഒരു 10th റിസൾട്ട് ഒന്നും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. നന്നായിട്ട് വർക്ക് ചെയ്യുക, എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഡ്രീം ആയിട്ടുള്ള IITസിലൊക്കെ അഡ്മിഷൻസ് നേടിയെടുക്കാനുള്ള പ്രയത്നം നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങുക. ഓക്കെ മക്കളെ, ഓൾ ദ വെരി ബെസ്റ്റ്.